ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഞാൻ നിഖിൽ ദാസ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബെനഫിറ്റ്സ് ഓഫ് എസ് ഐ പി ആണ്. എസ് ഐ പിയുടെ നേട്ടങ്ങളെ പറ്റിയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് മികച്ച നേട്ടം തന്നെ ലഭിക്കാറുണ്ട് പൊതുവെ. പക്ഷേ അതിന് മാർക്കറ്റിനെ ടൈം ചെയ്യാൻ സാധിക്കണം. ബട്ട് അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. വാറൻ ബഫറ്റിൻ്റെ ഒരു സേയിങ് ഉണ്ട്: ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി, ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. എല്ലാവർക്കും ഭയമുള്ള സമയത്ത് ഗ്രീഡി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറിച്ചും പറഞ്ഞിട്ടുണ്ട്. പൊതുവേ വിപണി ഒരു ബിയറിഷ് മോഡിലാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ മടി കാണിക്കാറുണ്ട്. ഒരു കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വിപണിയിലെ ചെറിയ ന്യൂനപക്ഷം വരുന്ന ആളുകൾ മാത്രമാണ്. ഇത്തരം ആളുകൾക്ക് അട്രാക്റ്റീവ് വാല്യുവേഷൻസ് ഉള്ള സമയത്ത് ഒരു ബിയർ മാർക്കറ്റിൻ്റെ പാരമ്യത്തിൽ തന്നെ, അതായത് തുടക്കത്തിൽ തന്നെ ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വലിയ നേട്ടം നൽകും. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മാർക്കറ്റിനെ ടൈം ചെയ്യുക എന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ഇൻവെസ്റ്റേഴ്സിനും ഏറ്റവും നല്ല നിക്ഷേപ രീതി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ്, അതായത് SIP ആണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് SIPയുടെ കുറച്ച് ഗുണങ്ങൾ നോക്കാം. ആദ്യത്തേത്, ചെറിയ തുക കൊണ്ട് തന്നെ SIP തുടങ്ങാൻ സാധിക്കും. അതായത് 500 രൂപയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണ്? ചെറിയ ആളുകൾക്ക് പോലും, ചെറിയ സാമ്പത്തിക സ്ഥിതികളുള്ള ആളുകൾക്ക് പോലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു ഗുണമല്ലേ? 500 രൂപയിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി പറ്റുമ്പോൾ ഏതാളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു SIPയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. ചെറിയ തുക കൊണ്ട് തന്നെ SIP നമുക്ക് തുടങ്ങാൻ പറ്റും എന്നുള്ളത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, SIP വളരെ കൺവീനിയൻ്റ് ആണ്. അതായത് വളരെ സൗകര്യപ്രദമായ ഒന്നാണ്. SIPs മന്ത്ലി ഉണ്ട്, ക്വാർട്ടേർലി SIPs ഉണ്ട്, ഹാഫ് ഇയർലി SIPs ഉണ്ട്, അതുപോലെ വീക്കിലി SIPs ഉണ്ട്. പക്ഷേ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള SIP എന്ന് പറയുന്നത് മന്ത്ലി SIPs ആണ്. കാരണം ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവരുടെ വരുമാനം മാസത്തിലാണ് ലഭിക്കുന്നത്. അപ്പോൾ മാസത്തിൽ ഒരു തവണ SIP ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന രീതിയിലുള്ള SIP ആയിരിക്കും നല്ലത്. ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വളരെ സൗകര്യപ്രദമാണ്. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ഡെബിറ്റ് ചെയ്ത് പൊക്കോളും. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ശരാശരി കോസ്റ്റ് കുറയ്ക്കുന്നു. സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജ്. അതായത് വിപണി എന്ന് പറയുന്നത് നേർരേഖയിൽ പോകുന്നൊരു കാര്യമല്ല. വിപണിയിൽ ഉയർച്ചകൾ ഉണ്ടാവാൻ, താഴ്ചകളൊക്കെ ഉണ്ടാകും. അപ്പോൾ വിപണിയിൽ താഴ്ച ഉണ്ടാകുന്ന ഘട്ടത്തിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ കുറയുന്നു. NAV കുറയുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. കൂടുതൽ യൂണിറ്റ്സ് ഒരേ വിലയിൽ വാങ്ങിക്കാൻ സാധിക്കുമ്പോൾ ശരാശരി കോസ്റ്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ശരാശരി ചിലവ് കുറയുമ്പോൾ പിന്നീട് മാർക്കറ്റിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് വലിയ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനെയാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് തന്നെയാണ്. ശരാശരി കോസ്റ്റ് കുറയുക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഗുണം നൽകുന്നൊരു കാര്യമാണ്. അടുത്തത് നാലാമത്തെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണിത്: വെൽത്ത് ക്രിയേഷൻ ത്രൂ ദി പവർ ഓഫ് കോമ്പൗണ്ടിങ്. അതായത് കോമ്പൗണ്ടിങ്ങിലൂടെ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇത് സംഭവിക്കണമെങ്കിൽ ദീർഘകാലത്തേക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം. 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ 4 വർഷത്തേക്കോ ഒന്നും ചെയ്താൽ പോരാ. ദീർഘകാലത്തേക്ക് ചെയ്യുകയാണെങ്കിൽ അമ്പരപ്പിക്കുന്നൊരു വെൽത്ത് ക്രിയേഷൻ തന്നെയായിരിക്കും SIPയിലൂടെ നമുക്ക് ഉണ്ടാകുന്നത്. നമുക്കറിയാം 6% ഇരട്ടിയാണ് 12%. അപ്പോൾ 12% 6% കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിങ്ങിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. അതൊരിക്കലും ഇരട്ടിയായിരിക്കില്ല, മൾട്ടിപ്പിൾസ് ആയിരിക്കും, അതിനും അപ്പുറത്തായിരിക്കും ഉണ്ടാവുക. പക്ഷേ അത് ലോങ് റണ്ണിലായിരിക്കും ഉണ്ടാവുക. അത് വിശദീകരിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയാം. XY എന്ന് പറയുന്ന രണ്ടാളുകളും ചെറുപ്പമാണ്. X എന്ന് പറയുന്ന ആൾ 30-ാം വയസ്സിൽ SIP തുടങ്ങി. എല്ലാ മാസവും 5000 രൂപ വെച്ച് SIP ചെയ്യുന്നുണ്ട്. Y എന്ന് പറയുന്ന ആൾ 35-ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്. എല്ലാ മാസവും 5000 രൂപ വെച്ച് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ SIP തുടങ്ങുന്നുണ്ട്. രണ്ടാളുകൾക്കും റിട്ടയർമെൻറ്റ് വരെ, അതായത് 60 വയസ്സ് വരെ SIP തുടരുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? X എന്ന് പറയുന്ന ആൾ 30 വയസ്സിൽ തുടങ്ങി 60 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് 360 മാസം. ഈ 360 മാസവും 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് തുക എത്രയാണ്? 18 ലക്ഷം രൂപയാണ്.